പ്രബോധിമേ, പ്രബോധിമേ, അയ്യോ, പ്രബോധിമേ, അയ്യോ ഇതാരെ കടുക ചെയ്ത നീ കെട്ടഴിക്കടി. അഴിക്കും മോളെ. അയ്യോ പ്രബോധിമേ, പ്രബോധിമേ, അയ്യോ പെട്ടെന്ന് വെള്ളം എടുത്തോണ്ടെന്ന്. പെട്ടെന്ന് ഇല്ല മോളെ. എന്താ എന്താ പറ്റിയത്? എന്ത് പറ്റിയത്? ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ കേട്ട നിരക്ക് ആരുടെ ആയിരുന്നു എന്ന്. ഇവ വാതിൽ തുറക്കാൻ കുറച്ച് വൈകി. ഇവർക്ക് എന്തേലും പറ്റിയിരുന്നെങ്കിലോ? എന്തേ മുത്തശ്ശിക്കൊന്നും മിണ്ടായില്ലേ ഇപ്പൊ? ഇപ്പൊ ബോധ്യായല്ലോ ശരത്ത് മോനെ തനി ഗുണം. അവനിങ്ങനൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഇനി അമ്മ ന്യായീകരിച്ച പ്രഭാവതിയെ കെട്ടിയിട്ടോളെ അമ്മ ഞാനിവിടെ കട്ടിലെ കെട്ടിയിടും കേട്ടല്ലോ. പ്രഭാവതിയമ്മേ, പ്രഭാവതി ചേച്ചി, അയ്യോ എന്താ പറ്റിയത്? എങ്ങനെ ഈ അവസ്ഥയിലെത്തിയത്? ശരത്തുമോനാണോ പ്രഭാവതി നിന്നെ ഇങ്ങനെ കെട്ടിയിട്ടേ? അല്ല. ആ കണ്ടോ കണ്ടോ, അവനല്ല. അവനിങ്ങനൊന്നും ചെയ്യില്ല. അവൻ നല്ലവനാ. വേറെ ആരെ ചെയ്തേ? ആരാ പ്രഭാവതി ഇതിന്റെ കാരണക്കാരൻ? കള്ളന, പേരും കള്ളൻ. ആ അങ്ങനെ വരട്ടെ. കള്ളന്മാരുടെ സീസണാ ഇത്. എന്നിട്ട് വല്ലതും മോഷ്ടിച്ചോണ്ട് പോയോ? എന്റെ സമാധാനം പോയി, എന്റെ സ്വസ്ഥത പോയി. ദേവികെ, എനിക്ക് ദേവികയോട് മാത്രമായിട്ട് സംസാരിക്കണം. ഞാനിവിടെ നിൽക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ പ്രഭാവതി? കുഴപ്പമുണ്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ. അത് പ്രഭാവതി പറയട്ടെ. കുഴപ്പമുണ്ട്. ആ അങ്ങനെ പറ. പ്രഭാവതി പറഞ്ഞോ, ഞാൻ അനുസരിക്കും. ദേവികെ, എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഞാൻ ചില സത്യങ്ങൾ മനസ്സിലാക്കി. അതൊക്കെ അവരോട് പറയണം. അതിന് പോലീസ് സ്റ്റേഷനിലേക്കല്ല പോകേണ്ടത്, ക്രൈം ബ്രാഞ്ചിലേക്ക്. പുതുതായിട്ട് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ വളരെ നല്ല ആളാണ്. ഞാനും കൂടെ വരാം. നമുക്കൊന്നിച്ചു പോയി കാണാം. എന്നെ നേരം കളയണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങാം. ഇനി വൈകിയ ശരിയാവില്ല. അതിനു മുൻപ് ഒറ്റ ചോദ്യം. അമ്മ ഇങ്ങനെ കെട്ടിയിട്ടത് ശരത്തല്ലേ?